ഹായ് ഓൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാവിലെ തന്നെ ഒരു പർച്ചേസിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ. എൻ്റെ മാരേജ് വരുവാണ്. കുറച്ച് നാളായിട്ട് അതിൻ്റെ പ്രിപ്പറേഷനിലായിരുന്നു. പക്ഷേ ഇന്നലെ ഒരു എക്സാം ഉണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങളായിട്ട് അതിന് വേണ്ടിയിട്ടൊരു ബ്രേക്ക് എടുത്തേക്കുമായിരുന്നു. നമ്മളത് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അങ്ങനെ രാവിലെ തന്നെ ഞാൻ റെഡിയായിട്ട് ഇറങ്ങി. ബസ്സിനാണ് ഞാൻ പോകുന്നത്. രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മുടക്ക് കാണും. എങ്കിലും മഴയെല്ലാം അതിജീവിച്ച് നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ മഴയൊക്കെ പതിയെ തോർന്നു. ഞാൻ കാഞ്ഞിരപ്പള്ളിയിലാണ് കേട്ടോ പൊതുവേ ഡ്രസ് മെറ്റീരിയൽസൊക്കെ എടുക്കാൻ പോകാറ്. എനിക്ക് കൂടുതൽ കംഫർട്ടബിളും കുറച്ച് അഫോർഡബിളുമായിട്ട് തോന്നുന്ന 3-4 ഷോപ്പിൽ കയറാനായിട്ടാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് റെഡിമെയ്ഡ് ഒന്നും തന്നെ എടുക്കാനുണ്ടായിരുന്നില്ല. എല്ലാ മെറ്റീരിയൽസ് ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. അതുകൊണ്ട് ഞാൻ നേരെ പരാഗിലോട്ട് തന്നെ കയറി കേട്ടോ. അവിടെ ആകുമ്പോൾ ഒറ്റ ഫ്ലോറിൽ നിന്ന് തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന എല്ലാം കിട്ടും. മെറ്റീരിയൽസിൻ്റെ മാത്രം ഷോപ്പായതുകൊണ്ട് നമ്മൾ വിചാരിച്ചിരിക്കുന്ന കറക്റ്റ് സാധനം നമുക്ക് അവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഒറ്റ ഫ്ലോറിൽ നിന്ന് തന്നെ ഒരുപാട് അലയാതെ നമുക്ക് എല്ലാം തന്നെ കളക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അവിടെ കയറിയപ്പോൾ തന്നെ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി. നമ്മളൊരു ഐഡിയ ഇല്ലാതെ ചെല്ലുവാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കൺഫ്യൂഷനാകും. ഞാൻ കൃത്യമായിട്ടൊരു പ്ലാനിലാണ് പോയത്. അതുകൊണ്ട് ആ കളർ മാത്രമേ ഞാൻ നോക്കി സെലക്ട് ചെയ്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് കൺഫ്യൂസ്ഡ് ആയിപ്പോയേനെ. ഏതായാലും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം നമുക്ക് ഏത് കളറാണോ, നമ്മൾ ഏത് പാറ്റേൺ ആണോ നോക്കുന്നത്, അതിൻ്റെ തന്നെ പല വേരിയൻറ്റ് പല റേറ്റിലുള്ള മെറ്റീരിയൽസ് അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ മെറ്റീരിയൽസ് എല്ലാം ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് തോന്നി, ഒരു എനർജിക്ക് വേണ്ടി. നമ്മുടെ അടുത്ത ലക്ഷ്യം ഹാൻഡ് വർക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഇത് കാഞ്ഞിരപ്പള്ളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ്. കൃപ എന്ന് പറയുന്ന സ്റ്റിച്ചിങ് മെറ്റീരിയൽസ് മാത്രം കിട്ടുന്ന ഒരു ഷോപ്പാണ്. ഹാൻഡ് വർക്ക് മെറ്റീരിയൽസിൻ്റെയും ബാക്കി സ്റ്റിച്ചിങ് മെറ്റീരിയൽസിലെ എല്ലാം കളക്ഷൻ അവിടെ ഉണ്ട്. ഇഷ്ടംപോലെ കളക്ഷനുണ്ട്. നമ്മൾ എന്ത് വിചാരിച്ചെന്നാലും അവിടെ നിന്ന് കിട്ടും. എനിക്ക് സ്റ്റിച്ചിങ് ബ്രാൻഡൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ നിന്നായിരുന്നു കേട്ടോ മെറ്റീരിയൽസ് എല്ലാം കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അതും നമ്മൾ ഷടപടാന്ന് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ പോയത് SM സിൽക്സിലോട്ടാണ് കേട്ടോ, കാഞ്ഞിരപ്പള്ളിയിലെ. ഇന്ന് എൻ്റെ ചേച്ചിയുടെ മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കയറിയത്. അവിടെ ബാഗൊക്കെ ഏൽപ്പിച്ചിട്ട് നേരെ കിഡ്സ് കളക്ഷനിലോട്ട് പോയി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സെക്ഷനാണ് കിഡ്സ് കളക്ഷൻ എന്ന് പറയുന്നത്. കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നും. പ്രത്യേകിച്ച് പെൺകുട്ടിയുടെ കളക്ഷൻസേ. എനിക്ക് ഡ്രസ്സിനോട് പൊതുവേ ഒരു ഇഷ്ടം കൂടുതലുള്ള ആളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കളർഫുള്ളായിട്ടുള്ള ഫ്രോക്സൊക്കെ കാണുമ്പം ഭയങ്കര ഒരു സന്തോഷം തോന്നും. അത് എടുക്കാനും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് പോവുകയാണേ. ചേച്ചിയുടെ വീട് കോരുത്തോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. മുണ്ടക്കയത്തിൽ നിന്ന് കുറച്ചുകൂടെ പോകുന്ന വഴി കേക്കൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. പിന്നെ വീട്ടിൽ ചെന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള തപ്പലാണ്. മഴയായതുകൊണ്ട് പുതിയ സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല. പഴയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ എല്ലാം പോയായിരുന്നു. ഇതാണ് ചേച്ചിയുടെ മക്കൾ രണ്ടുപേരെ. അവർ രണ്ടുപേരും അവരുടെ അച്ഛൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്സസൈസ് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നിൽക്കുന്നു, ഇരിക്കുന്നു, സിറ്റ് ഡൗണും ഹാൻഡ്സപ്പും ഒക്കെയാണ് രണ്ടുപേരും. അതൊക്കെ അച്ഛനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും തിരിച്ചെന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും അത് ചെയ്തു നോക്കുന്നു. ഇടയ്ക്കൊക്കെ മണ്ണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഞങ്ങളുടെ ചേട്ടനാണ്. ചേട്ടൻ വന്നിട്ട് രണ്ടുപേർക്കുമുള്ള ഗിഫ്റ്റൊക്കെ കൊടുത്തു. രണ്ടുപേർക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ കൊടുത്തു. രണ്ടുപേരും ഹാപ്പിയായി. വളരും തോറുമാണ് നമ്മുടെയൊക്കെ ആഗ്രഹങ്ങളും അത്യാഗ്രഹങ്ങളും ഒക്കെ കൂടുന്നതല്ലേ. കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെറിയ കാര്യം കിട്ടിയാലും ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ടാണ് കുട്ടികളിൽ നിന്ന് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറയുന്നതിനും. അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. കേക്ക് നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന അഞ്ജന ചേച്ചിയുടെ കയ്യിൽ നിന്നാണ്. അഞ്ജന ചേച്ചി സൂപ്പറായിട്ട് കേക്ക് ഉണ്ടാക്കും. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ സത്യത്തിൽ ചേച്ചിയുടെ കേക്കിൻ്റെ ഒരു അഡിക്റ്റാണ്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു. ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി. അവളെല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു. ആദ്യമേ കൊടുത്ത അവളുടെ ചേട്ടനാണ് കേട്ടോ. ഇവിടെ അങ്ങനെയാണ്. എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ രണ്ടുപേരും ലെഫ്റ്റും റൈറ്റും കാണും. പേരുടെയും ബർത്ത്ഡേക്ക് ഒരുമിച്ചേ കേക്ക് മുറിക്കത്തുള്ളൂ. അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആയാലും വെഡിങ് ആനിവേഴ്സറി വന്നാലും എല്ലാവരും കൂടെ ഒരുമിച്ച്. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങളുടെ കോട്ടയംകാരുടെ പ്രധാന ഭക്ഷണമായ കപ്പയായിരുന്നു. കപ്പയും ചിക്കനും ഒക്കെ ഉണ്ടാക്കി എല്ലാവർക്കും സെർവ് ചെയ്തു. അങ്ങനെ കുറേ നേരം സംസാരിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ വളരെയധികം സന്തോഷമുള്ള മൊമെൻറ്റ്സൊക്കെ ആയിട്ട് ആ ഡേയും കടന്നുപോയി.